മഹാരാജാസ് കോളേജിൽ SFI KSU സംഘർഷം 7 വിദ്യാർത്ഥികൾക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. 3 SFI പ്രവർത്തകർക്കും 4 KSU പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റത്. SFI പ്രവർത്തകരെ ജനറൽ ആശുപത്രിയിലും KSU പ്രവർത്തകരെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 30ഓളം വരുന്ന SFI പ്രവർത്തകർ ഹോസ്റ്റൽ മുറിയിൽ കയറി മർദ്ദിച്ചെന്നാണ് KSU നേതാക്കൾ ആരോപിക്കുന്നത്. കോളേജ് മെൻസ് ഹോസ്റ്റലിൽ ഒരുപാട് കാലമായിട്ട് SFIയുടെ പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി വരെയുള്ള യൂണിറ്റ് കമ്മിറ്റി വരെയുള്ള അഡ്മിഷൻ ഇല്ലാത്ത ആളുകൾ കയറി താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അഡ്മിഷനുള്ള ആളുകൾ കൊടുക്കുന്ന ബില്ലും അതുപോലെ തന്നെ അവരെ കഴിക്കേണ്ട ഭക്ഷണവും കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ SFI പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്, തമ്പടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് ഇന്ന് റോബിൻസൺ ചെയ്ത് പോണ സമയത്ത് ചോദ്യം ചെയ്ത് അഡ്മിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ബാക്കി എന്നുള്ള ആൾക്കാണ് എന്ത് ചെയ്യുന്നത് ഒരു 10-30ഓളം വരുന്ന SFIയുടെ ഗുണ്ടകൾ റൂമിൽ കയറിയിട്ട് റൂം പൂട്ടിയിട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പും കൃത്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ മാഗസിൻ ഇറക്കാൻ വൈകിയതിനെ ചോദ്യം ചെയ്തും ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് SFI ഇത്തരത്തിലുള്ള ഒരു അക്രമം റൂമിൽ കയറിയിട്ട് താമസിക്കുന്ന റൂമിൽ കയറിയിട്ട് നടത്തിയിട്ടുള്ളത്. എന്നാൽ ആദ്യം ഹോസ്റ്റലിൽ കയറി മർദ്ദിച്ചത് KSU പ്രവർത്തകരാണെന്ന് SFIയും ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.